എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്ന് പലരും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിലുകളും ഹെയർ ഡൈകളുമാണ് പുറമേ നിന്ന് വാങ്ങി തേക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒട്ടും തന്നെ പൈസ ചിലവില്ലാത്ത രീതിയിൽ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. ഇതിൽ നമ്മുടെ മുടിക്ക് വേണ്ട വൈറ്റമിൻസും പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഞാനിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് മാലാലകളും അതേപോലെ തന്നെ പൊടികളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ബദാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുടിക്ക് വളരെ നല്ലതാണ്. പിന്നെ വേണ്ടതാണ് കരിഞ്ജീരകം. അത് 1 ടേബിൾ സ്പൂണോളം തന്നെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഈ ബദാമും അതേപോലെ തന്നെ മുരിങ്ങയിലയും നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. ഇതെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടണം. അതുവരെ നമുക്ക് ചൂടാക്കി എടുക്കാം. മുരിങ്ങയില നമ്മുടെ മുടി വളരാനും അകാല നര തടയുവാനായിട്ടും സഹായിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്കിത് കിട്ടണം. നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൊടിച്ചിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പൗഡർ എടുത്തിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കിയെടുക്കണം. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗത്തെല്ലാം ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തേച്ച് കാണിക്കാം. അപ്പോൾ നരയുള്ള ഭാഗത്തെല്ലാം, അതായത് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും അതേപോലെ തന്നെ ചെവിയുടെ ഭാഗത്തുമായിരിക്കും കൂടുതലായിട്ടും നര കാണുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയും കൂടിയാണ്. അപ്പോൾ നരയുള്ള ഭാഗത്തെല്ലാം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മുടി കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചീകി കൊടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളും ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില. അതിനുശേഷം ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ടാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 2 ചെമ്പരത്തിപ്പൂവാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഈ ഒരു ജ്യൂസ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അത് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പൗഡറുകൾ ചേർക്കാനായിട്ടുണ്ട്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ചേർക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇതാക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. നമ്മൾ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോഴും നല്ല ബ്രാൻഡിൻ്റെ തന്നെ മൈലാഞ്ചിപ്പൊടി എടുക്കണം. വളരെ നല്ലൊരു ഹെയർ ഡൈ ആണിത്. എപ്പോഴും നമ്മൾ ഹെയർ ഡൈ ഇരുമ്പിൻ്റെ ചട്ടിയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ ഡൈ മിക്സ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.